ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓട്ടോ വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ ടോപ്പ് 5 സെയിൽസ് നേടിയ വാഹനങ്ങൾ, അതിൻ്റെ പ്രത്യേകിച്ചും വിൻസർ EVയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ ഒരാൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണക്കാർക്ക് 8 ലക്ഷം മുതൽ ഒരു അങ്ങോട്ട് കൂടിയ വാഹനങ്ങൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോമറ്റ്, അതുപോലെ ടിയാഗോ മുതൽ പഞ്ച്, നെക്സോൺ തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ, വിൻസർ EV തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഒരാൾ എപ്പോഴാണ് ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ ഓട്ടമുണ്ട്. പെട്രോൾ അടിച്ച് അദ്ദേഹത്തിൻ്റെ കീശ കാലിയാകുകയാണ്. പെട്രോൾ അടിച്ച് മതിയാകുന്നില്ല. ഒരു ദിവസം 40-50 കിലോമീറ്റർ എങ്കിലും മിനിമം ദൂരം ഓട്ടമുണ്ട്. ചിലപ്പോൾ ഇനി ഓട്ടം ഇല്ലാത്തവരും ഇലക്ട്രിക്കിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കാരണമാണ് ഈ പെട്രോൾ അടിച്ച് കാശ് കാലിയാകുന്നത് എന്നുള്ളത്. അതുപോലെ നമ്മളിപ്പോൾ ഐഡിയയിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ളൊരു സമയത്ത് നമുക്കൊരു 2-3 മിനിറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വണ്ടി എൻജിൻ ഓണാണ്, ഇപ്പോൾ AC നടക്കുന്നുണ്ട്, വെയിലാണ്, ചൂടാണ്, AC ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഭയമാണ്. കാരണം ഇത് പെട്രോൾ ഇങ്ങനെ പോവുകയാണല്ലോ. മറ്റേതാകുമ്പോൾ കുഴപ്പമില്ല, വീട്ടിൽ നിന്നുള്ള കറണ്ട് ആണെങ്കിലും വലിയ മോശമില്ല. നമുക്കിപ്പം സ്ലോ ചാർജിങ് ഉണ്ട്, അതുപോലെ ഫാസ്റ്റ് ചാർജിങ് പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. ഇപ്പോൾ ഓട്ടോ ഇല്ലാത്തവർ പോലും ഇവയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയമാണിത്. അപ്പം നിങ്ങൾക്ക് ദിവസം ഒരു 40 കിലോമീറ്റർ ഓട്ടോ ഉണ്ട് മിനിമം ഉണ്ടെങ്കിൽ, അതിൽ കൂടുതൽ എത്രയും ആകാം അല്ലേ, ഓട്ടോ എത്രയും ആകാം. നിങ്ങൾക്ക് റീസെയിൽ വാല്യൂ ഒരു പ്രശ്നമല്ല. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു 5-10 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് EVയെ കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഓട്ടോ ഇല്ലാത്ത ആൾക്കാർ പോലും EVയെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം മാർച്ച് 2026 ഏറ്റവും കൂടുതൽ EV വാഹനങ്ങൾ വിറ്റ കമ്പനി നമ്മുടെ ടാറ്റ തന്നെയാണ്. 8500 വാഹനങ്ങളാണ് ടാറ്റ വിറ്റത്. മഹേന്ദ്രയാണ് പിന്നെ രണ്ടാമത് വിറ്റത്, 5461. മൂന്നാമതാണ് MG വിറ്റത്, 5358. നാലാമത് മാരുതി ഈ വിത്താരം മാത്രം ഒറ്റക്കാറുള്ള മാരുതിക്ക് 986 വാഹനങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് കമ്പനി സെയിൽസ് ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാറ് ഏറ്റവും കൂടുതൽ സെയിൽ വന്നത് വിൻസറാണ്. വിൻസർ EV ആ ഒരു കാറ്, അതായത് കുറച്ച് ലെങ്ത് ഉള്ള കാറാണ്. ക്രെറ്റയൊക്കെ ആയിട്ട് ക്രെറ്റ സെഗ്മെന്റിലേക്കൊക്കെ വരുന്ന സെൽട്ടോസും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സൈസുള്ള കാറാണ്. നീളമൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒറ്റ നോട്ടത് ഇന്നോവ കാറിൻ്റെ ക്രിസ്റ്റയുടെ ഒക്കെ ലെങ്ത് തോന്നും. 4530 കാറാണ് കഴിഞ്ഞ മാർച്ചിൽ സെയിലായത്. അപ്പോൾ എല്ലാ മാസവും 4000-5000 വെച്ചിട്ട് ഈ ഒരു വിൻസർ EV എന്നുള്ള കാറ് സെയിലാകുന്നുണ്ട്. രണ്ടാമത് XCV 9S എന്നുള്ള മഹീന്ദ്രയുടെ കാറാണ്. XCV 9S, 9E ഉണ്ട്, 6E ഉണ്ട്, അങ്ങനെ കുറെ കാറുകൾ മഹീന്ദ്രയുടെ വിൽക്കുന്നുണ്ട്. 3254 കാറുകൾ. മൂന്നാമത് പഞ്ച് EV ആണ്, 2871 വാഹനങ്ങൾ. നാലാമത് ടാറ്റ നെക്സോൺ ആണ്, 2405. പിന്നെ അഞ്ചാമത് ഈ വിത്താര, 2254 കാറുകൾ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സെയിൽ പോകുന്നത്. അപ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹാരിയർ EV, BE6, കർവ്, ടിയാഗോ, കോമറ്റ്, ക്രെറ്റ ഇലക്ട്രിക് ഞാൻ നോക്കുമ്പോൾ നല്ല കാറാണ്, പക്ഷെ അതിന് സെയിൽ അത്ര ഇങ്ങോട്ട് വരുന്നില്ല. ക്രെറ്റ ഇലക്ട്രിക് 600 വാഹനങ്ങൾ മാത്രമേ വിറ്റുള്ളൂ. പിന്നെ ഇസഡസ് EV ഒക്കെ താഴോട്ട് വരുന്നുണ്ട്. ടിഗോർ EV ഒക്കെ ഏറ്റവും താഴോട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ വിൻസർ EV ആളുകൾ എടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. ഈ വിൻസർ EV എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് 4295 മില്ലിമീറ്റർ ഡയമെൻഷൻ വരുന്നുണ്ട്. വിഡ്ത്ത് 1850 മില്ലിമീറ്റർ, ഹൈറ്റ് 1677 മില്ലിമീറ്റർ. 604 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും ഉണ്ട് ഈ വിൻസർ EVക്ക് എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് വലിയൊരു വാഹനമാണ്. നമ്മൾ ഫ്രണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഡാഷ്ബോർഡിന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നീളമുണ്ട്. ഫ്രണ്ട് ബോണറ്റിൻ്റെ ഒരു ഏരിയ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡ് ഇത്രയും ലെങ്ത് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഈ വണ്ടി കുറച്ച് സേഫസ്റ്റ് ആണെന്ന് തോന്നാനുള്ള കാരണം. കാരണം ഉള്ളിലോട്ടുള്ള ആഘാതങ്ങൾ കുറവാണ്. പിന്നെ ഈ 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഡാസ് ഒക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് ഫീച്ചേഴ്സിലൊക്കെ പോവുകയാണെങ്കിൽ ടോപ്പ് എൻഡിലൊക്കെ പോകുന്ന അഡാസ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ക്രെറ്റ വണ്ടിയൊക്കെ ആയിട്ടാണ്, ക്രെറ്റ ഇലക്ട്രിക്കൊക്കെ ആയിട്ടാണ്. നമ്മളിപ്പോൾ ഒന്ന് സെയിൽസിൽ നോക്കുകയാണെങ്കിൽ നെക്സോണ് ഏകദേശം ഇതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. നമ്മളിന്ന് മഹേന്ദ്ര വണ്ടിയുടെ കാര്യം പറയുന്നില്ല. നമ്മൾ ഈ വണ്ടി നെക്സോണുമായിട്ടാണ് വിലയുടെ കാര്യത്തിൽ ഒരു താരതമ്യം ചെയ്യുന്നത്. നെക്സോൺ 3995 ലെങ്ത്, വിഡ്ത്ത് 1811, ഹൈറ്റ് 1616, ബൂട്ട് സ്പേസ് 350 ലിറ്റർ. അപ്പോൾ വില എന്ന് പറയുകയാണെങ്കിൽ ഈ വിൻസർ EV അതിൻ്റെ ഒരു
ബേസ് മോഡലിലേക്ക് വരികയാണെങ്കിൽ 15,60,000 രൂപയ്ക്കാണ് ഈ ബേസ് മോഡൽ കിട്ടുക. 38 കിലോ വാട്ട്സ് പെർ അവർ ആണ്. ഒരു റിയൽ ലൈഫിൽ 260 തൊട്ട് 310, 260 എന്തായാലും കിട്ടും, 310 കിലോമീറ്റർ വരെ ഈ റിയൽ ലൈഫിൽ ഈ 38 കിലോ വാട്ട്സ് പെർ അവർ ഉള്ള ഈ വിൻസർ EV ഏകദേശം 15 ലക്ഷത്തിന് അറൗണ്ട്, ഓൺ ആൻഡ് അറൗണ്ട് 15 ലക്ഷത്തിനുള്ളിൽ വരുന്ന ഈ ഒരു വണ്ടി ഇത്രയും 300 കിലോമീറ്ററിനടുത്ത് റേഞ്ച് കിട്ടുന്നുണ്ട്. നമ്മൾ നെക്സോണിലേക്ക് വന്നാൽ ക്രിയേറ്റീവ് പ്ലസ് എന്നുള്ള നെക്സോണിന്റെ വേരിയന്റാണ് നോക്കുന്നത്. 14 ലക്ഷമാണ് ഇതിന്റെ ബേസ് മോഡലാണ് കേട്ടോ, 14 ലക്ഷമാണ്. മിഡിൽ റേഞ്ച് ആണ്. 30 കിലോ വാട്ട്സ് പെർ ഹവർ ആണ് ഇതിനുള്ള ആ ഒരു ബാറ്ററി കപ്പാസിറ്റി. 200 തൊട്ട് 240 വരെ ആ ഒരു റേഞ്ചേ കിട്ടുള്ളൂ. കാരണം ഇത് ഒരു ലോ വേരിയന്റ് ആണെന്ന് തന്നെ പറയാം. 14 ലക്ഷത്തിനുള്ള നെക്സോൺ ആണോ 15 ലക്ഷം ഓൺ ആൻഡ് അറൗണ്ട് വരുന്ന വിൻസർ ആണോ ഇവിടെ വാല്യൂ ഫോർ മണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നെക്സോൺ ആയിരിക്കും. കുറച്ചും കൂടെ ബോണറ്റിന്റെ അഭാവം ഉള്ളതുകൊണ്ട് നെക്സോൺ ആയിരിക്കും വരാനുള്ള സാധ്യത കൂടുതൽ. പക്ഷെ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ റേഞ്ചും എല്ലാം നോക്കുകയാണെങ്കിൽ ഈ ഒരു വിൻസർ EV ആണ് കുറച്ചും കൂടെ നല്ലത്. കാരണം അത് ഒരുപാട് സ്പേഷ്യസ് ആണ്. വണ്ടി പുറകിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്പേഷ്യസ് ആണ്. ബൂട്ട് സ്പേസ് വളരെ കൂടുതലുണ്ട്. യാത്രാസുഖം കുറച്ചുകൂടെ നല്ലതാണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നെക്സോണും ഏകദേശം അതിന്റെ വിടുത്തുകൊണ്ടൊക്കെ സെയിം ആണെങ്കിൽ തന്നെ കുറച്ചും കൂടെ നല്ല വാഹനം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിൻസർ EV ആയിരിക്കും നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഈ ഒരു 40 വാട്ട്സ് പെർ ഹവർ ഉള്ള ഒരു പഞ്ച് EV നിങ്ങൾക്ക് എടുക്കാം. ഏകദേശം ഒരു 12,80,000 രൂപയ്ക്ക് 40 കിലോ വാട്ട്സ് അവർ ഉള്ള പഞ്ച് EV നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് സ്പേസ് കുറച്ചും കൂടെ കുഴപ്പമില്ല, കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസ് കുറച്ചും കൂടെ കുറഞ്ഞ വണ്ടി, കുറച്ചുകൂടെ ചെറിയ ഒതുക്കമുള്ള വണ്ടി, നാരോ റോഡ്സിലൂടെയൊക്കെ കൊണ്ടുപോകാൻ താല്പര്യമുള്ള വണ്ടി നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ പഞ്ച് EV എടുക്കാം. പഞ്ച് EV എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ വാഹനമല്ല, സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, ഉയരമുള്ള വണ്ടിയാണ്, ഒരു SUV സ്റ്റാൻസ് ഉള്ള വണ്ടിയാണ്. അപ്പൊ ടിയാഗോയും പ്രത്യേകിച്ച് കോമറ്റൊക്കെ നോക്കുകയാണെങ്കിൽ, കോമറ്റൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക്, ടിയാഗോ ഒക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, കുറച്ചുകൂടെ സൈസുള്ള വണ്ടി, പ്രായമുള്ള ആളുകളൊക്കെ കയറി ഇറങ്ങാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പഞ്ചിലേക്ക് പോകാം. ഇനി സ്പേസ് നല്ലോണം സ്പേസ് വേണം, കുറച്ചും കൂടെ സേഫ്റ്റിയും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിൻസറിലേക്ക് പോകാം. അല്ലെങ്കിൽ ഈ ഒരു 1-1.5 ലക്ഷം കുറഞ്ഞ് നിങ്ങൾക്ക് വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ 30 കിലോ വാട്ട്സ് അവറിന്റെ നെക്സോൺ കിട്ടും. അല്ലെങ്കിൽ 40 കിലോ വാട്ട്സ് അവറിന്റെ പഞ്ച് നിങ്ങൾക്ക് എടുക്കാം. അതിന് 12 ലക്ഷത്തി ഏകദേശം 13 ലക്ഷം വരുന്നുള്ളൂ. ഒരു 2.5 ലക്ഷത്തോളം നിങ്ങൾക്ക് കുറഞ്ഞ് ക്യാഷ് കൊടുക്കേണ്ടി വരുള്ളൂ. നിങ്ങൾക്ക് സിറ്റിയിലാണ് കൂടുതൽ യൂസ്, ഡെയിലി ഓട്ടോ ഉണ്ട്, നാരോ റോഡ്സിലൊക്കെ കൂടെ പോകണമെങ്കിൽ, കൂടുതൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ച് EVയിലോട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ലോങ് ആയിട്ടാണ് ഒരുപാട് യാത്രയുണ്ട്, അതുപോലെ നല്ല വൈഡായിട്ട് നിങ്ങൾക്ക് സ്പേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വിൻസർ EVയിലോട്ട് പോകാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ പ്രൈസ് പറഞ്ഞു, പിന്നെ എന്താ പറയുക, റേഞ്ചിന്റെ കാര്യം പറഞ്ഞു, ഡൈമെൻഷൻസ് പറഞ്ഞു. ഈ വാഹനങ്ങൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടൊന്നും അതിന്റെ റീസെയിൽ വാല്യൂ പ്രതീക്ഷിക്കരുത്. കാരണം ഇപ്പോൾ 7 മാസം മുന്നേ ഒരു പഞ്ച് 13,50,000 രൂപയ്ക്ക് ഒരു EV പഞ്ച് എടുത്ത ഒരാൾ 7 മാസത്തിന് ശേഷം 26,000 കിലോമീറ്റർ ഓടിയതിനു ശേഷം അദ്ദേഹം ഈ പഞ്ച് ഒന്ന് പുതിയ പഞ്ചുമായിട്ട് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് 8 ലക്ഷം രൂപ മാത്രമാണ് കിട്ടുക എന്ന് അറിഞ്ഞു. അപ്പോൾ ഏകദേശം അവിടെ തന്നെ ഒരു 5.5 ലക്ഷത്തിന് ഡിഫറൻസ് വന്നു. അധികം വണ്ടി വാഹനം ഓടിയിട്ടൊന്നുമില്ല, പക്ഷെ ഓടിച്ച് മുതലാക്കുക എന്നുള്ളതാണ് ഏതൊരു EV വാഹനത്തിന്റെയും ലക്ഷ്യം എന്നുള്ളത്. നമ്മുടെ കാശ് കയ്യിൽ നിന്ന് അധികം പോകാതെ ഓടിച്ച് മുതലാക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനപരമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.